വീട്ടിൽ തന്നെയാണ് റിസപ്ഷൻ. ആളുകളൊക്കെ നേരത്തെ തന്നെ വന്നു തുടങ്ങി. അതുകൊണ്ട് നിലയെ വേഗം ഒരുങ്ങാൻ പറഞ്ഞുവിട്ടു വനജ. ബ്യൂട്ടീഷ്യന് ഹെൽപ്പ് എന്ന പോലെ വൃന്ദയും റൂമിൽ കയറി കൂടിയിട്ടുണ്ട്. ക്രീമിൽ ഫ്ലവർ വർക്ക് വരുന്ന ഗൗണിൽ സുന്ദരിയായി നില ഒരുങ്ങി. ഹെയർ ലൂസ് ചെയ്തു സിമ്പിൾ മേക്കപ്പിൽ നിലയെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ഗൗൺ മോഡൽ ഡ്രസ്സ് നില ആദ്യമായാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നി അവൾക്ക്. വൃന്ദയും കൂടി ഒന്ന് സുന്ദരിയാക്കിയിട്ടാണ് ബ്യൂട്ടീഷ്യൻ പോയത്. പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മടി തോന്നി അവൾക്ക്. ചേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ സേതി ചേച്ചിയെ വിടാട്ടോ. അത്യാവശ്യം നന്നായി ഒരുങ്ങിയത് രണ്ടാളെ കാണിക്കാതെ എങ്ങനെയാ? വൃന്ദ ബ്ലൂ ലെഹങ്ക ഒന്ന് വിടർത്തി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് ആളുകളുടെ സംസാരവും ബഹളമൊക്കെ കേൾക്കാം. റിസപ്ഷന് ആളുകളൊക്കെ എത്തി തുടങ്ങി. നില നീലിമയെ വിളിച്ചു നോക്കി. 1 മണിക്കൂറിൽ അവരും എത്തും. രാവിലെ എഴുന്നേറ്റ് പോന്നതിൽ പിന്നെ അവൾ വിശ്വത്തിനെ കണ്ടത് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്താണ്. പക്ഷെ അന്നേരം ഇരുന്ന് കഴിക്കാൻ പോലും പറ്റാത്ത തിരക്കിലായിരുന്നു അവൻ. അവനെ ഓർക്കെ അവൾക്ക് പരിഭവം തോന്നി. വിൻഡോയുടെ കർട്ടൻ വകഞ്ഞു മാറ്റി പന്തലിൽ എവിടെയെങ്കിലും അവനെ കാണുന്നുണ്ടോ എന്ന് നോക്കി നില. വീടിന്റെ മുറ്റത്തും പന്തലിലേക്കുള്ള വഴിയിലും റോഡിലും അങ്ങിങ്ങ് ആളുകൾ നിൽക്കുന്നുണ്ട്. അവരിലൊന്നും അവനെ കാണാതെ അവളൊന്ന് നിരാശപ്പെട്ടു. വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ട് നില തിരിഞ്ഞതും തിടുക്കപ്പെട്ട് അടുത്തേക്ക് ഓടി വരുന്നവനെ കാണെ അവളുടെ കണ്ണൊന്ന് വിടർന്നു. നിലേ! അവളെ തിരിയും മുന്നേ പിന്നിൽ നിന്ന് അവൻ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞു. ഡ്രസ്സ് ചുളിയാതെ മുടി കേടാവാതെ ലോലമായൊരു പിടുത്തം. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ നിന്ന് നീങ്ങാൻ പറ്റിയില്ലടി, അതാ. അവൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നില ഇത്തിരി ഉറപ്പോടെ തന്നെ പറഞ്ഞു. ഉറപ്പല്ലേ? ആന്നേ, അങ്ങനെ പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ? അപ്പോഴും എന്തോ പ്രശ്നമില്ലേ? അവൻ അവളുടെ ഇടപ്പിലൂടെ കൈ ചുറ്റി. നില അവനെ ഒന്ന് പൂരിപ്പിച്ചു നോക്കി. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ചോദ്യമാണിത്. അവൻ ചിരിയോടെ അവളുടെ മൂക്കിലൊന്ന് തൊട്ടു. കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. കീറ പാൻറ്റുകൾ മാത്രമല്ല അപ്പോ, ഇതും നിനക്ക് ചേരും. ചിരിയൊതുക്കി പിടിച്ചവന്റെ കയ്യിൽ വേദനയ്ക്ക് ബന്ധനെ നില ഒന്ന് പിച്ചുവിട്ടു. ഔച്ച്, പിച്ചില്ലടി. അതും കൊള്ളാം, ഇതും കൊള്ളാം, ഇതൊന്നും ഇല്ലേലും കൊള്ളാം. കണ്ണുറുക്കി പറഞ്ഞവനെ നില നീക്കി നിർത്തി. പുരുകൻ ചുളിച്ചൊന്ന് നോക്കി. വേണ്ട. കണ്ണിലെ ഭാവങ്ങൾ മാറി അടുത്തേക്ക് വരുന്നവനെ നിലയൊന്ന് തടഞ്ഞു. ഇല്ല, അല്ലേലും നേരെ വൈകി നിൽക്കാണ്. പക്ഷെ ഇത്രയും സുന്ദരിയായി നീ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഉമ്മെങ്കിലും തരാതെ എങ്ങനെയാ? നിലയുടെ കഴുത്തിന് ഇരുവശത്തും കൈവച്ച് അവളുടെ മുഖം അവനെ നേരെ പിടിച്ചു. നീ നീ ഇങ്ങനെ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, എൻ്റെ സ്വന്തമായി. കഴിഞ്ഞ രാത്രിയൊക്കെ സ്വപ്നം പോലെ തോന്നാൻ എൻ്റെ നിലയെ. അവളുടെ നെറ്റിയിൽ വിശ്വത്തിന്റെ ചുണ്ടുകൾ നേർമയായി പതിഞ്ഞു. നിളെ! പെട്ടെന്നാണ് സേതിയുടെ ശബ്ദം വാതിൽക്ക കേട്ടത്. നില വേഗം അവനിൽ നിന്ന് അകന്നു. ചെല്ലി, ഞാൻ വേഗം റെഡിയായിട്ട് വരാം, ആളുകൾ എത്തി തുടങ്ങി. വിശ്വത്തെ അവളുടെ തോളിലും തട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. നില വാതിൽ തുറക്കുമ്പോൾ സേതിയും ശ്വേതയും ഉണ്ട് വാതിക്കൽ. ചിത്രം റെഡിയായോടി? ഇല്ല, കുളിക്കുന്നു. നില രണ്ടുപേരെയും നോക്കി പറഞ്ഞു. മോള് വായോ, വന്നവരൊക്കെ തിരക്കുന്നുണ്ട്. ശ്വേത വിളിച്ചപ്പോൾ സേതിയുടെ കയ്യിൽ പിടിച്ച് നില ശ്വേതയ്ക്ക് പിന്നാലെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ചെന്നു. എല്ലാവരോടും അവളൊന്ന് ചിരിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി. ബിന്ദുവും വനജയും കൂടി അവർക്കടുത്തേക്ക് എത്തി. വന്നവരൊക്കെ നിലയ്ക്ക് അവർ പരിചയപ്പെടുത്തി കൊടുത്തു. വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്യൂട്ടിൽ തയ്യാറായി വിശ്വത്ത് കൂടി വന്നതിന് ശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. കയ്യടിയും ആർപ്പുളിയും ആരോങ്ങളുമായി സ്റ്റേജ് വരെ എല്ലാവരും അവരെ അനുഗമിച്ചു. ഫോട്ടോഗ്രാഫർമാർ രണ്ടാളെയും ഒന്നിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന നേരം കൊണ്ട് നിലയുടെ വീട്ടിൽ നിന്നുള്ളവരും എത്തി. നീലിമയും ജിതിനും നേരെ അങ്ങ് സ്റ്റേജിലേക്ക് ഓടിക്കയറി ചെല്ലായിരുന്നു. നില രണ്ടുപേരെയും ഒരുപോലെ കെട്ടിപ്പിടിച്ചു. മോനെന്റെ ചേച്ചി? ജിതിൻ വിഷയത്തിന്റെ അരികിലേക്ക് നീങ്ങിയപ്പോൾ നില നീലിമയോട് തിരക്കി. അവൻ ആന്റിയുടെയിലുണ്ട്, ഉറക്കമാണ്. സ്റ്റേജിന് താഴെ നിൽക്കുന്ന ഷിജിയെയും കുഞ്ഞിനെയും നീലിമ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവളെ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിവരാത്ത അവളുടെ കയ്യിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് നീലിമ പറഞ്ഞു. ബന്ധുക്കളും വീട്ടുകാരും ഒരുവിധം വന്നതോടെ വിശ്വത്തും നിലയും കൂടി സെറ്റ് ചെയ്തു വെച്ച കേക്ക് കട്ട് ചെയ്ത് പരസ്പരം നൽകി. സ്റ്റേജിൽ രണ്ട് വീട്ടുകാരും ഒന്നിച്ചുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ ക്യാമറ കണ്ണുകൾ പകർത്തി. അതിനുശേഷം ഓരോരുത്തരും ഫാമിലിയായും അല്ലാതെയും ഫോട്ടോസ് എടുത്തു പോയിക്കൊണ്ടിരുന്നു. ചിരിച്ചുള്ള ഒരേ നിൽപ്പ് നിലയെയും വിശ്വത്തിനെയും മടുപ്പിച്ചു. എങ്കിലും വന്നവരോട് രണ്ടു വാക്കും മിണ്ടാതെ ഫോട്ടോസ് എടുക്കാതെ പറഞ്ഞു വിടുന്നത് മോശമാണെന്ന് രണ്ടുപേർക്കും തോന്നി. ഇടയ്ക്ക് സേതു കൊണ്ടുവന്നു കൊടുത്ത ജ്യൂസ് അവർക്ക് ആശ്വാസം നൽകി. പിന്നെയും കുറച്ച് കഴിഞ്ഞാണ് പ്രജിൻ അവരെ കഴിക്കാൻ വിളിച്ചത്. ജിതിനും നീലിമയും അവർക്കൊപ്പം ഇരിക്കാനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. റിസപ്ഷന്റെ തിരക്കുകൾ ഒരുവിധം ഒഴിഞ്ഞപ്പോൾ രാത്രി 8 മണിക്ക് ആയിരുന്നു.
നിലയുടെ വീട്ടിൽ നിന്ന് വന്നതിൽ നന്ദനും സീമയും ജിതിനും നീലിമയും കുഞ്ഞും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മടങ്ങിയിരുന്നു. ചെക്കനെയും പെണ്ണെയും കൂടെ കൂട്ടാൻ കാത്തിരുന്നാണ് അവർ. 8:30 വിശ്വത്തും നിലയും നീലിമയുടെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി. നന്ദനും സീമയും ജിതിനും നീലിമയും കുഞ്ഞും ഒരു കാറിൽ കയറിയപ്പോൾ വിശ്വത്തിന്റെ കാറിൽ അവനും നിലയും മാത്രമായി. മണിക്കൂറുകൾ പിന്നിട്ട് നിലയുടെ വീട്ടിലേക്ക് വിശ്വത്തിന്റെ കാർ വന്നു നിന്നു. നല്ല മയക്കത്തിലായിരുന്നവൾ പയ്യെ കണ്ണു തുറന്നു. തുടരും സ്നേഹത്തോടെ, അഭിനവി.